ആദരണീയായ അധ്യക്ഷ, എഡ്യൂക്കേഷൻ കൗൺസിലർ ഉദയ പ്രൊവിൻസ്, സിസ്റ്റർ മാരിയറ്റ് CMC, ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ KP ജെയിംസ്, ബഹുമാന്യായ വികാരി അച്ഛൻ ഫാദർ ആൻഡോ കരിപ്പായി, സ്വാഗതം ആശംസിച്ച HM സിസ്റ്റർ നിത്യ CMC, PTA പ്രസിഡന്റ് ശ്രീ സൈജു ജോസ്, സിസ്റ്റർ ലൈസ CMC ലോക്കൽ മാനേജർ, വൈസ് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് ശ്രീമതി സുനന്ദ നാരായണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ബാഹുലയൻ, ശ്രീ KT ജോർജ്, ശ്രീ വാർഡ് മെമ്പർ ശ്രീ KK സരസ്വതി, ശ്രീ ജോസ് മണവാളൻ, സ്റ്റാഫ് റെപ്രസെൻറ്റേറ്റീവ് ശ്രീമതി ധന്യ ജോസ്, സ്കൂൾ ലീഡർ കുമാരി ആഷിൻ ഷിജോ, NPTA പ്രസിഡന്റ് അനിത റിജോ, ശ്രീമതി ശ്രീജ MJ അടക്കമുള്ള വേദിയിലെ ഏറ്റവും മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞനജന്മാരെ, കുഞ്ഞനജിത്തിമാരെ, സുഹൃത്തുക്കളെ, സെൻ്റ് ആനീസ് UP സ്കൂൾ 97 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. 97 വർഷം എന്ന് പറയുമ്പോൾ 97 തലമുറകളെ വാർത്തെടുത്ത മഹത്തായ ഒരു വിദ്യാലയം. നമ്മുടെ നാടും ഈ പ്രദേശവുമൊക്കെ ഇന്നിതുപോലെ വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ പങ്ക് വഹിച്ചത് നമ്മുടെ വിദ്യാലയമാണ്. 97 വർഷം മുമ്പ് നമ്മുടെ നാടിൻ്റെ സാമൂഹിക അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഐത്തവും അനാചാരങ്ങളും വഴി നടക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു സ്വാമി വിവേകാനന്ദൻ നമ്മുടെ നാടിനെ വിശേഷിപ്പിച്ചത് ഭ്രാന്താലയം എന്നാണ്. ഉച്ചനീചങ്ങൾ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടം. വിദ്യാഭ്യാസമാണ് നമ്മുടെ നാടിനെ സാമൂഹ്യ നവോത്ഥാനത്തിലേക്ക് നയിച്ചത്. പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ചാവറ കുര്യാക്കോസ് ഇലിയാസ് അച്ഛൻ്റെ ആ പ്രബോധനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടനുസരിച്ചു കൊണ്ടാണ് നമ്മുടെ ഈ വിദ്യാലയം പോലെയുള്ള സ്കൂളുകൾ ആരംഭിച്ചത്. നമ്മുടെ നാട് വളർന്നു വലുതായി, വിദ്യാഭ്യാസത്തിലൂടെയാണ് വളർന്നു വലുതായത്. ഇന്ന് ലോകത്ത് നമുക്ക് പല മേഖലകളിൽ ഈ വിദ്യാലയത്തിൽ പഠിച്ച കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വലിയ ഒരു പങ്കാണ് വിദ്യാലയം നമ്മുടെ നാടിനു വേണ്ടി ചെയ്തത്. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് സമ്മാനങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ പരിപാടികൾ, അവരുടെ മുഖത്ത് ഇവിടെ ആങ്കർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും റിപ്പോർട്ട് അവതരിപ്പിച്ച കുട്ടികളാണെങ്കിലും ഇനി കലാപരിപാടികൾ അവതരിപ്പിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിലും ഒക്കെ അവരൊരു ആത്മവിശ്വാസം, അവരൊരു ഊർജ്ജസ്വലത, അവരുടെ സ്മാർട്ട്നെസ്, അത് ഇന്നത്തെ മത്സരാധിഷ്ഠിതമായ ഈ കാലഘട്ടത്തിൽ ആ മത്സരങ്ങളിലൊക്കെ വിജയിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ കുട്ടികളെ, കഴിവുകളെ തേച്ചു മിനുക്കിക്കൊണ്ട്, കഴിവുകളെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ വളർത്തുന്ന ഒരു വിദ്യാഭ്യാസ രീതി, വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ്. റോബോട്ടിക്സിൻ്റെ കാലഘട്ടമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്, നാനോ ടെക്നോളജിയുടെ കാലഘട്ടമാണ്. നമ്മുടെ മനസ്സിൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് സേവനം ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ മത്സരാധിഷ്ഠിതമായ ലോകത്ത് ആ മത്സരങ്ങളിലൊക്കെ വിജയിക്കാൻ കഴിയുന്ന തരത്തിൽ, ഒന്നാമതെത്താൻ കഴിയുന്ന തരത്തിൽ ഓരോ കുട്ടികളെയും അവരുടെ കഴിവുകൾ, വ്യത്യസ്തമായ കഴിവുകൾ, കലാപരമായ കഴിവുകൾ, കായികപരമായ കഴിവുകൾ ഒക്കെ മനസ്സിലാക്കി അവരെ വളർത്തുന്ന ഒരു നല്ല മാനേജ്മെൻറ്റും അധ്യാപകരും ഒക്കെയാണ് നമ്മുടെ വിദ്യാലയത്തിലുള്ളത്. റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ ഏതാണ്ട് ഞാൻ അല്പം വൈകിയെങ്കിലും 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന റിപ്പോർട്ടാണ് ഇത് അവതരിപ്പിച്ചത്.
എത്രയോ പരിപാടികളാണ്, ഓരോ ദിവസവും പരിപാടികളാണ്. ഇപ്പോൾ ഡിസംബർ മാസം വരെയുള്ള പരിപാടികളാണ് ഇവിടെ ഈ റിപ്പോർട്ടിൽ അവതരിപ്പിച്ചത്. ഇനി ജനുവരി, ഫെബ്രുവരിയും മാർച്ചൊക്കെ ആണെങ്കിൽ ഇനിയും ഒരു അരമണിക്കൂർ കൂടി നമുക്കിവിടെ കാത്തു നിൽക്കേണ്ട സ്ഥിതി വരും. അപ്പോൾ എപ്പോഴും വ്യത്യസ്തമായ ആക്ടിവിറ്റികളാണ് ഓരോ കാര്യങ്ങളിലും. ജനറൽ നോളജ് ആണെങ്കിലും പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള പാഠ്യപദ്ധതികൾ മാത്രമല്ല, മറിച്ച് സമൂഹത്തിൽ മൂല്യാധിഷ്ഠിതമായ തലത്തിൽ നമ്മുടെ കുട്ടികളെ ഓരോ കഴിവുകളും വളർത്തുന്ന മഹത്തായ, അല്ലെങ്കിൽ അത്തരത്തിൽ അവർ ചേർത്ത് പിടിക്കുന്ന, വാത്സല്യപൂർവ്വം സ്നേഹപൂർവ്വം അവരെ വഴി നടത്തുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം. അഭിമാനത്തോടു കൂടി നമുക്ക് പറയാനായിട്ട് സാധിക്കും. നിരവധി മത്സരങ്ങളിൽ വിജയിക്കാൻ കഴിഞ്ഞ, ജനറൽ നോളജ് ആണെങ്കിലും മറ്റ് പരിപാടികളിലാണെങ്കിലും ഒക്കെ വിജയിക്കാൻ നമ്മുടെ കുട്ടികൾ കഴിയുന്നു. ഉറപ്പ് പറയാൻ സാധിക്കും, നാളുകളിൽ ഈ നാടറിയപ്പെടാൻ പോകുന്നത് ഇവിടുത്തെ കുട്ടികളുടെ പേരിലായിരിക്കും. ചരിത്രം സൃഷ്ടിക്കുന്ന, പുതിയ തലമുറയെ നേർവഴിക്ക് നയിക്കുന്ന ആളുകൾ, വ്യക്തിത്വങ്ങൾ നമ്മുടെ കലാലയത്തിൽ നിന്നും വിദ്യാലയത്തിൽ നിന്നുണ്ടാകും. ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല, പഞ്ചായത്ത് പ്രസിഡന്റിന് സംസാരിക്കാനുണ്ട്. അതുപോലെ ഒരുപാട് വികാരിയച്ഛൻ ഉൾപ്പെടെയുള്ള നിരവധി വിശിഷ്ടാതിഥികളുണ്ട്. അതുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. ഒരുപാട് കലാപരിപാടികൾ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ മക്കളുടെ. അപ്പോൾ അതൊക്കെ കാണാനാണ് പ്രസംഗത്തേക്കാൾ നിങ്ങൾ കൂടുതൽ താല്പര്യം എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് ഈ വിദ്യാലയം. ഇനിയും ഉയരങ്ങൾ താണ്ടാൻ, ചരിത്രം സൃഷ്ടിക്കാൻ ഈ വിദ്യാലയത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർ, മാതാപിതാക്കൾ, അതുപോലെ കുട്ടികൾ അടക്കമുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്, അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.